വ്യത്യസ്തമായ ശബ്ദവും ഗാനാലാപനവും കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് ജി വേണുഗോപാൽ. മലയാള സിനിമയിൽ ഒരു താരാട്ടുപാട്ട് പാടിക്കൊണ്ടാണ് ജി വേണുഗോപാൽ എന്ന ഗായകന്റെ കടന്നുവരവ്. 3 തവണ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരമടക്കം അദ്ദേഹം നേടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ ഗായകൻ ഇപ്പോഴിതാ തൻ്റെ മരണവാർത്തയുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഉടനെയൊന്നും മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു പത്രസമ്മേളനം നടത്തണോ എന്ന ചോദ്യവുമായി നടൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ 2ാം പ്രാവശ്യവും മരണം തേടിയെത്തിയ ഭാഗ്യവാനായിരിക്കുന്നു ഈ ഞാൻ. ഇപ്പോൾ കാശ്മീരിലെ സോൻമാർഗ്, ഗുൽമാർഗ്, പെഹൽഗാം എന്നിവിടങ്ങളിൽ ട്രക്കിങ്ങും മഞ്ഞുമല കയറ്റവുമെല്ലാം കഴിഞ്ഞ് ശ്രീനഗറിൽ ഭാര്യയുമൊത്ത് തിരിച്ചെത്തിയപ്പോഴാണ് ഈ ഒരു വാർത്ത എൻ്റെ മോഡൽ സ്കൂൾ ഗ്രൂപ്പിലെ സുഹൃത്തുക്കൾ "ഇങ്ങനെ നീ ഇടയ്ക്കിടയ്ക്ക് ചത്താൽ ഞങ്ങൾ എന്തോന്ന് ചെയ്യുമെടേ" എന്ന ശീർഷകത്തോടെ അയച്ചു തന്നത്. ഇനി ഞാൻ ഉടനെയൊന്നും മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു പത്രസമ്മേളനം നടത്തണോ എന്ന് നിങ്ങൾ ഉപദേശിക്കണേ VG എന്നാണ് ഗായകൻ കുറിച്ചിരിക്കുന്നത്. കൃത്യം 1 മാസം മുമ്പ് ക്യാൻസർ ബാധിച്ച് തനിക്ക് പ്രിയപ്പെട്ടവനായ ഒരു കുഞ്ഞുമോൻ വിടവാങ്ങിയ സങ്കടം വേണുഗോപാൽ വേദനയോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. വേണുഗോപാലിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സസ്നേഹം ജി വേണുഗോപാൽ എന്ന സന്നദ്ധ ഫൗണ്ടേഷൻ ചികിത്സാ സഹായം നൽകുന്ന ആദിത്യൻ എന്ന വിദ്യാർത്ഥിയുടെ മരണമാണ് വേണുഗോപാൽ അന്ന് പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പുകളിലെ വാക്കുകൾ കൂട്ടിച്ചേർത്താണ് ഒരു യൂട്യൂബ് ചാനലിൽ 1 മാസത്തിനിപ്പുറം ജി വേണുഗോപാലിന്റെ മരണവാർത്ത എന്നോണം ഈ തരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. തംബ്നെയിലിലെ മരണം കീഴടക്കി കണ്ണീരായി ഗായകൻ ജി വേണുഗോപാൽ എന്ന വാക്കുകളാണ് തെറ്റിദ്ധാരണ പടർത്തിയത്. അതേസമയം വാർത്തയുടെ ടൈറ്റിലിൽ "അർബുദം കവർന്നെടുത്തു കണ്ണീരോടെ ജി വേണുഗോപാൽ" എന്നുമാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ പല പ്രമുഖ വ്യക്തികളുടെയും വ്യാജ മരണവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാറുണ്ട്. നേരത്തെ സുകുമാർ അഴീക്കോട്, ഇന്നസെന്റ്, സലീം കുമാർ, നടി കനക എന്നിവരുടെ പേരിലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ നിരവധി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമെന്നോണമാണ് ജി വേണുഗോപാലിൻ്റെ ഈ വാർത്തയും പ്രചരിക്കുന്നത്. അതേസമയം നടന്റെ കുറിപ്പിന് താഴെ നിരവധി പേരാണ് രസകരമായ കമന്റുകളും ഇട്ടിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.